ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ 220 കംപ്ലീറ്റ് ഒരു മേക്ക് ഓവർ കൊടുക്കാനായിട്ട് പോവുകയാണ്. 220 ഇതുവരെ ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടിയുടെ ഫെയറിങ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇപ്രാവശ്യം കിറ്റ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കിറ്റ് ഇല്ലാതെ ഒരു നേക്കഡ് ടൈപ്പിലാണ് വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കിറ്റിൻ്റെ വൈബ്രേഷൻ ഒരു പ്രശ്നമായതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ കിറ്റ് നമ്മൾ ഒഴിവാക്കാമെന്ന് വെച്ചത്. കിറ്റും കാര്യങ്ങളെല്ലാം റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇപ്പോൾ ഇതാണ്. സംഭവം അടിപൊളി ലുക്കാണ് കേട്ടോ. ഇവിടെ ജോലൊക്കെ വെച്ച് കവർ ചെയ്ത് വെയിറ്റ് റിഡക്ഷൻ ചെയ്തിരുന്ന ഈ സംഭവം അടിപൊളിയാവും. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഓയറും കാര്യങ്ങളൊക്കെ ഒതുക്കണം. വണ്ടിതാ ഇവിടെ ഫുള്ള് കിറ്റും കാര്യങ്ങളൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിറ്റിരുന്നതിൻ്റെ പാടുകളാണ് കേട്ടോ, പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പോൾ കഴുകി കൊടുക്കാൻ പറ്റത്തില്ല, ഓയറിങ് എല്ലാം ഷോർട്ടാണ് കേട്ടോ ഫ്രണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കണം. മെയിനായിട്ട് മിസ്സിങ് ഇഷ്യൂ എന്താണെന്ന് നോക്കണം കേട്ടോ. അല്ല, എണ്ണ അടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ വിടാം. എങ്ങനെ നിൽക്കാൻ പാടില്ല, നിന്ന പണി പാളും കേട്ടാ. വണ്ടിയുടെ കോലം കണ്ടല്ല, ഇത് കാണുമ്പോഴേ കൊണ്ടുപോകും. മിസ്സിങ് എണ്ണ മിസ്സിങ് എന്ന് വെച്ചാൽ ഒരുമാതിരി കറണ്ട് കട്ടാകുമല്ലോ. ഇടയ്ക്ക് ഒന്ന് പമ്മും, സ്ലോ ആയിട്ട് ഒന്ന് വരുമ്പോഴത്തേക്ക് പമ്മും, പിന്നെ കൈ എടുക്കുമ്പോൾ പിന്നെ ഒന്ന് എക്കിയിട്ട് അങ്ങ് എടുക്കും. ഇടയ്ക്കിടയ്ക്ക് 4 ദിവസത്തിന് ശേഷം കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നമ്മളെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കണ്ടെത്തി വണ്ടി കൈ കിട്ടിയിട്ടുണ്ട്. പ്ലഗ് ഒരെണ്ണം ചത്തിരിക്കുന്ന കേട്ടോ. പിന്നെ മാറ്റിയപ്പോൾ രണ്ടുകൂടെ മാറ്റി. ഇത് വലിയ കുഴപ്പമില്ല, ഒരെണ്ണം ഡെഡായി. അപ്പോൾ എന്തായാലും പ്ലഗ് മാറ്റി. അതേപോലെ തന്നെ വയറിങ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് CD യൂണിറ്റ് വേറെ വെച്ച് നോക്കി. എന്നിട്ടൊന്നും പ്രശ്നമില്ല. കാർബറ്റിന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഒരു സമയത്ത് കംപ്ലയിൻറ്റ് കണ്ടില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഇളക്കിയപ്പോൾ അതിൻ്റെ ഡൈഫ്രോം കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതാണ് മിസ്സിങ് വരുന്നത്. അത്യാവശ്യം നല്ല മിസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലഗ് മാറ്റിയിട്ടൊന്നും ഒരു രക്ഷയില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് മാറ്റിയെന്നുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാർബേറ്റർ മാറ്റണം. എന്തായാലും ഇനി വരും വീഡിയോസിൽ ഇങ്ങനെ കാണാം കേട്ടായിരുന്നു വയറിങ് അല്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാർബേറ്റർ അടിച്ചു പോയി ഗൈസ്. കാർബേറ്റർ കൊണ്ട് ഇനി ഒരു ഉപയോഗം ഇല്ല. അത് മാറ്റി വയ്ക്കുന്നതാണ് എൻ്റെ ഡൈഫ്രോം പോയേട്ടാ. അപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഫുള്ളോടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതൊക്കെ. വൈറ്റ് കേട്ടോ, ഇത് നമ്മളൊരു കൂട്ടാൻ്റെ ഇരുത്തിയതിന് ഇതല്ലായിരുന്നു കണ്ടീഷൻ. ഫുൾ അഴുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കണം. എന്തായാലും ഞാൻ ഫെയറിങ് ഇളക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വയറിങ്ങിൻ്റെ സോക്കറ്റും അതേപോലെ തന്നെ നമ്മളെ ഫെയറിങ്ങിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇളക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓക്കെ, സംഭവം കൊള്ളാന്ന് തോന്നുന്നു. പലർക്കും പല ഇഷ്ടങ്ങളാണ്. 220 ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ പറയും സ്റ്റോക്ക് ലുക്ക് മതി ബ്രോ എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്ക് സ്റ്റോക്ക് ആക്കണമെങ്കിൽ ആക്കാം. ആ രീതിക്കാനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനായിട്ട് പോകണം ഈ ഒരു ക്ലാമ്പ് ഉണ്ടോ, നമ്മുടെ ഇതിൻ്റെ സ്റ്റേ ഇരിക്കുന്ന കിറ്റിൻ്റെ സ്റ്റേ ഇരിക്കുന്ന ഈ ഒരു ക്ലാമ്പ് നമുക്ക് എന്തായാലും കട്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയിലൊക്കെ വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിക്ക് ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഇനി ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് മോഡ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം വണ്ടിയുടെ ഇപ്പോൾ ഫെൻഡറും കാര്യങ്ങളൊക്കെ നിലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ക്യാരിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇതിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു കവറിങ് ഉണ്ട്, അത് ഇളക്കിയിട്ടില്ല, സ്ക്രാച്ച് ആവുണ്ടെന്ന് വെച്ച്. വൈറ്റ് LED പിന്നെ ഒരു പാർക്കും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ബേക്കിൽ സെറ്റപ്പ്. ഇത് നമുക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്. സ്ട്രാപ്പിൽ നിൽക്കുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇതുവഴി നമ്മുടെ ബ്രേക്ക് ഫ്ലൂവിൻ്റെ കേബിള് അത് നമുക്കൊരു പ്രശ്നമായിട്ട് ഈ വണ്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതിനൊരു സൊല്യൂഷനായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ആയാലും നമുക്ക് ഒന്നീ റാപ്പ് ചെയ്യാം അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ബോൾട്ട് ഇവിടെ ഒടിഞ്ഞിരിപ്പുണ്ട്, ഒരെണ്ണം ഇത് കണക്ക് ഫോക്കില ഇങ്ങേ സൈഡ് ഒടിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. ഓക്കെ, സംഭവം ഇപ്പോൾ ഈ ഒരു മോഡൽ എങ്ങും കിട്ടാനില്ല കേട്ടോ. സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ എക്സ്പൾസിൻ്റെ സ്റ്റോക്ക് മഡ്ഗാറാണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതേപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ടാസ്ക്, ഇവിടെ കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ട കട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓയിൽ കൂളറില്ലേ ഇവിടെ ഒന്ന് തട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇതിന് കുറച്ചുകൂടെ നീട്ടമുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ എക്സ്പൾസിനെ ഫോർക്കായതുകൊണ്ട് നമുക്ക് വേറെ ടാസ്കും കാര്യങ്ങളൊന്നുമില്ല. നേരെ എടുത്ത് ഇതിൽ ക്ലാമ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി. അതിൽ 10 ബോൾട്ടിട്ട് പിടിപ്പിച്ചാൽ മതി. സംഭവം സെറ്റായിട്ടിരുന്നു. വേറെ സീനും കാര്യങ്ങളൊന്നും ഫ്രണ്ട് സെക്ഷനിൽ നമുക്ക് അധികം ടാസ്ക്കായിട്ട് വന്നില്ല. ഓൾറെഡി നമ്മൾ എക്സ്പൾസിൻ്റെ തന്നെ ഫുൾ സെറ്റാണ്. നമുക്കിപ്പം ഇതിൽ വേണമെങ്കിലും കണ്ട ഇതിപ്പം എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് വെക്കണമെങ്കിലും എളുപ്പമാണ്.
സംഭവം ഇതാണ് കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചുകൊണ്ട് അധികം ഒരു ടാസ്ക് ഗിയർ സൈഡിലോട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ കാർബറേറ്റർ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല നിലവിൽ. അപ്പോൾ അതൊരു പ്ലാനുണ്ട്. മേ ബി 220 തന്നെ പോകും. ഞാൻ പറഞ്ഞ പോലെ NS ചോദിച്ചപ്പം ചെറിയ നെഗറ്റീവൊക്കെ NSൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിക്കും സ്റ്റോക്ക് തന്നെ വയ്ക്കാതെ, എന്തായാലും വെറുതെ നമ്മൾ റിസ്ക് എടുത്ത് ഇപ്പോൾ അത് കയറ്റി പിന്നും ഇപ്പോൾ വണ്ടിയിലുള്ള മിസ്സിങ് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പണിയാണ്. അപ്പോൾ അതാണ് കാര്യം എന്ന് പറയുന്നത്. ഗൈസ്, അപ്പം നമ്മൾ ഈ സ്റ്റേ കട്ട് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. ഫെയറിങ്ങിൻ്റെ സ്റ്റേ വയ്ക്കുന്ന ആ ഒരു ക്ലാമ്പ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ കിറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നേരെ ഇത് വെച്ച് വെൽഡ് ചെയ്യണം. ഓക്കെ, എന്നാലും വെൽഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കിണമണെ കട്ട് ചെയ്താൽ എല്ലാം പോകും. നമ്മുടെ ചേച്ചി നമ്പർ ഈ സൈഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നോക്കി കട്ട് ചെയ്യണം. ഓക്കെ, ലൈറ്റ് വയ്ക്കുമ്പോൾ ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ വയറിംഗ് എല്ലാം ഒതുക്കുക എന്നുള്ളതാണ്. അതെല്ലാം ഒതുക്കി നമ്മളെ ഹെഡ് സെറ്റ് ചെയ്തപ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. തിരിച്ചിളക്കിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മളെ ഹെഡ്ലൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും മാച്ചിങ് അല്ല. ഇത് ഹെഡ്ലൈറ്റ് എടുത്തപ്പോൾ തന്നെ പ്ലാനിലുണ്ടായിരുന്നതാണ് ബ്ലാക്ക് ആക്കാന്നുള്ളത്. അതായത് ഈ ഒരു സെൻറ്റർ പോർഷൻ മാത്രം നമുക്ക് ഇളക്കിയെടുത്തിട്ട് ആ ഒരു ഫ്രെയിം മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. വൈറ്റ് മഡ് എന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്നാലും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ അതാ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ഇതാണ് കേട്ടോ ലുക്ക്. എന്തായാലും നമ്മളിതാ പെയിൻറ്റ് അടിക്കാനായിട്ട് നമ്മൾ ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് കിട്ടിയിട്ട് ഫൈനൽ ഔട്ട് നോക്കാം. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്തോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.